പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം കടന്നുപോയത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സംഭവം നടന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ബൈക്കള എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന മുഹറം റാലിയായിരുന്നു. ഷിയ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് ഈ മുഹറം യാത്ര. പലപ്പോഴും വയലന്റ് ആവുന്ന ഒരു യാത്രയും കൂടിയാണ്. ആചാരപരമായ പല തീഷ്ണതകളും കടന്നുകൂടുന്ന ഒരു യാത്ര. ഇതിനിടയിൽ 15,000-ഓളം വിഷഗുളികകളുമായി ഒരാൾ കടന്നു വരുന്നു. 100-ഓളം പേർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. അതിൽ 11-ഓളം പേര് അത് കഴിച്ചു. കഴിച്ചവർക്കെല്ലാം അസ്വസ്ഥതയുണ്ടായി. ആ സമയത്ത് ഇത് ശ്രദ്ധിച്ച 3 സ്ത്രീകൾ, അവർ സ്ത്രീ രത്നങ്ങൾ എന്ന് തന്നെ പറയട്ടെ, ആ സഹോദരിമാർ പെട്ടെന്ന് അലർത്താവുകയും മറ്റുള്ളവരെ അലർട്ട് ചെയ്യുകയും മയക്ക് വഴി ഇത് കഴിക്കരുത് എന്ന് ആൾക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ആ ഗുളികയിൽ അടങ്ങിയിരുന്ന വിഷവസ്തുവായ സിങ്ക് ഫോസ്ഫേറ്റ് ഒരാളെ കൊല്ലത്തക്ക രീതിയിൽ ഉള്ള ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ആൾക്കാർ മരിക്കുമായിരുന്നു. എന്തായാലും ഇത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ ഒരു കൂട്ടക്കൊല നടത്താൻ മാത്രമല്ല, അതിലൂടെ രാജ്യത്ത് ഒരു വർഗീയ സംഘർഷം, വർഗീയ കലാപം ഉണ്ടാക്കാനും രാജ്യത്തെ തന്നെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. എന്തായാലും ഈ നരാധമൻ ഇനി ലോകം കാണുന്നു. ഇയാള് മുൻ ഷിയ വംശക്കാരനാണെന്ന് പറയുന്നു, വിശ്വാസിയാണെന്ന് പറയുന്നു. ഇയാൾ എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ വിട്ടുപോയതിനുള്ള മനോനില തെറ്റിയ വ്യക്തിയാണെന്ന് പറയുന്നു. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇയാള് ഇറാനിലും ഇറാഖിലും ജോലി ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളത് കൂടെയാണ്. നമുക്കറിയാം, അൽ-ഖ്വയ്ദയും ISIS പോലുള്ള സംഘടനകൾ ഇത്തരം കൂട്ടക്കൊലകൾക്ക് എന്ത് ത്യാഗവും ചെയ്യുന്ന ആൾക്കാരാണ്, എന്ത് സഹായവും അവർ ചെയ്തു. അവരുടെ കൈകൾ ഇന്ത്യയിലുണ്ടോ, ഈ കാര്യത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കണം. മാത്രമല്ല, ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതും രാജ്യം അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇത്തരം കൊടും വിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടിലുമുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും അവർ ആക്ഷനിലോട്ട് കിടക്കാം. നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുക, ഓരോ പ്രവൃത്തികളും ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ അലർട്ട് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും വളരെ ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. മാത്രമല്ല, ഈ സഫ്രോൺ ടെററിസം എന്ന് പറയുന്ന, അതായത് കാവി ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പൊങ്ങി വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അവിടെയുള്ള ട്രിപ്പിൾ എൻജിൻ സർക്കാരാണ്. ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമവും കൂടിയായിരുന്നു ഇത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രാജ്യത്തെയും സംസ്ഥാനത്തെയും ഭരണത്തിനെ അട്ടിമറിക്കാനും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ഇത്തരം ശക്തികൾ ഇനിയും ഉണർന്നു പ്രവർത്തിക്കും എന്ന് നമ്മൾ കരുതിയിരിക്കുക. അസതോമ സത്യമയ, ഇവർക്കെല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാവട്ടെ.